മദ്യം വിഷമാണ്, അത് കഴിക്കരുത്. ഫ്ലെയിം ചെയ്താലോ, കത്തിച്ചിട്ട് അടിച്ചാലോ? ഹലോ ഗയ്സ്, ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ 3:30 അലാറം വെച്ച് എഴുന്നേറ്റ് ഒരുങ്ങി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. യെസ്, വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ എയർപോർട്ടിലെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. സോ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊരു കമ്പനി ട്രിപ്പാണ്. എല്ലാ വർഷവും നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു ട്രിപ്പ് നമുക്കുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് ഗോവയിലായിരുന്നു. ഇത്തവണ അത് ബാംഗ്ലൂരാണ് പോകുന്നത്. സോ നമ്മൾ മൊത്തം ടോട്ടൽ 17 പേരുണ്ട്. ഈ 17 പേരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് സച്ച് എ ബിഗ് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ 7 മണിക്കുള്ള ഫ്ലൈറ്റിന് 5:30 ആകുമ്പോൾ എയർപോർട്ടിൽ വരണമെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4:15 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത്രയും വെളുപ്പിന് ഇറങ്ങിയത് കാരണം ഒരു ചായ കുടിച്ചിട്ട് എയർപോർട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിന് തന്നെ ഫ്രണ്ടിലുള്ള ഒരു ടീ ഷോപ്പിൽ നിർത്തി. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബാഗൊക്കെ ആയിട്ടാണ് അവൻ വന്നേക്കുന്നത്. എൻ്റേത് ഒരു ട്രോളി ബാഗാണ്. ഒരു നൈറ്റും 2 ഡേയും ആണ് നമ്മൾ ബാംഗ്ലൂരുള്ളത്. അതിന് ഈ ട്രോളി ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ട്രോളി ബാഗ് വേണം, എൻ്റെ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ആദ്യത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് കേട്ടോ. ഈ വർഷം ഒരു തവണയെങ്കിലും ഫ്ലൈറ്റിൽ കയറണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് ഇൻഷാ അല്ലാ ദിസ് ഈസ് മൈ സെക്കൻഡ് ഫ്ലൈറ്റ്. ആൻഡ് നമ്മൾ വണ്ടി 2 ദിവസം ഇവിടെ കീപ്പ് ചെയ്യുന്നത് കാരണം നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. 2 ദിവസത്തേക്ക് 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. നമുക്കൊരു റെസിപ്റ്റും തന്നു. അങ്ങനെ അവൻ്റെ ബാഗും എൻ്റെ ലഗേജിൻ്റെ പുറത്ത് വെച്ചിട്ട് അവൻ നല്ല ഫ്രീ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. നമ്മുടെ ടീമിൽ എല്ലാവരും ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ ലഗേജ് ഏൽപ്പിച്ചിട്ട് നടന്നു പോകുന്ന മഹാൻ. ഇതാണ് നമ്മുടെ ടീം. നമ്മൾ സ്റ്റാഫിൻ്റെ 1-2 പേരുടെ ഫാമിലിയും നമ്മുടെ ട്രിപ്പിൽ വരുന്നുണ്ട്. നമ്മളങ്ങനെ ഓരോരുത്തർ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി. ഞാൻ എന്തായാലും എൻ്റെ ബാഗ് ലഗേജിൻ്റെ കൂടെ കയറ്റി വിടാമെന്ന് വിചാരിച്ച്. എനിക്കത് കൊണ്ട് നടക്കാൻ താല്പര്യമില്ലായിരുന്നു. സോ ഞങ്ങളുടെ കൂട്ടത്തിൽ 2-3 പേരുടെ ബാഗും കൂടി ലഗേജ് കൗണ്ടറിൽ കൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത കൗണ്ടറിലേക്ക് പോയി. അവിടെയാണ് നമ്മൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ വരുന്ന സാധനങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരെ ഗേറ്റ് നമ്പറിലേക്ക് പോകുവാണ്. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയോ എന്നൊരു ഡൗട്ടായിരുന്നു. ബിക്കോസ് ഇടയ്ക്ക് നമ്മുടെ പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് ചെന്നപ്പോഴേക്കും ഓൾറെഡി ഫ്ലൈറ്റ് ഫുൾ ഫില്ലാണ്. നമ്മൾ മാത്രം കയറാനുള്ള പോലെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരുടെയൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റാണിത്. അത് തന്നെയായിരുന്നു നമ്മുടെ കമ്പനിയും ഡിസൈഡ് ചെയ്തത്. എല്ലാവരെയും ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റണം എന്നുള്ളത് കമ്പനിയുടെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. അങ്ങനെ ടേക്ക് ഓഫ് കഴിഞ്ഞു. 1 മണിക്കൂർ എടുത്തില്ല ഞങ്ങൾ ബാംഗ്ലൂർ എത്താൻ. 45 മിനിറ്റ് കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇൻഡിഗോ ആണ് നമ്മൾ ചൂസ് ചെയ്ത ഫ്ലൈറ്റ്. നമ്മൾ ബാംഗ്ലൂർ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ ലക്ഷറിയിലൊട്ടും കുറച്ചിട്ടില്ല. ബാംഗ്ലൂരിൻ്റെ അകത്ത് തന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് അർബാനിയയാണ്. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ വണ്ടിയിൽ കയറ്റി എല്ലാവരും വണ്ടിയിൽ കയറി. നമ്മുടെ അർബാനിയിട്ടിരിക്കുകയാണ്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. ഫുഡാണല്ലോ മെയിൻ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിലേക്ക് പോകുന്നു. ഫുഡിൻ്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഞെട്ടിക്കും ഗൈസ്. 2 ഇഡ്ഡലിക്ക് 55 രൂപയാണ്. ഞാൻ 2 ഇഡ്ഡലി പറഞ്ഞു. ബാക്കിയുള്ളവർ ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും ഗൈസ് ഈ ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്.
കൊള്ളില്ലല്ലോ. അത് എന്റെ എക്സ്പ്രഷൻ എടുത്താ പറയുന്നോ? സാമ്പാർ തീരെ കൊള്ളത്തില്ല. ചട്നി നല്ലതാണ്. ഇത്രയും വേഴ്സ്റ്റ് ഫുഡ് ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല ഇതുവരെ. ചമ്മന്തിയായിരുന്നു ഇത്തിരി കൂടി നല്ലത്. സാമ്പാറിന് കൊടുക്കത്ത മധുരം, അതുകൊണ്ട് ചട്നി കൂട്ടി ആ ഇഡലി കഴിച്ച് തീർത്തു ഞാൻ. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം പോകുന്നത് മോൾ ഓഫ് ഏഷ്യയിലേക്കാണ്. അവിടെ ചെന്നിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കാരണം മോളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും 9:30-10 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു സിനിമയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. നോക്കി വന്നപ്പോഴേക്കും 3 സിനിമയാണുള്ളത്. തുടരും, ജിംഖാനയും പിന്നെ ഗുഡ് ബാഡ് അഗ്ലി. അതിൽ നമ്മൾ ഗുഡ് ബാഡ് അഗ്ലി ചൂസ് ചെയ്തു. 10:30 നമ്മുടെ ഷോ. ഇവരുടെ ഭാഗത്തു നിന്നൊരു ഡിലേ ഉണ്ടായി. പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് വരുന്നുണ്ടായിരുന്നില്ല. സോ ചെറിയൊരു ഡിലേ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം ഒരു 10:40 ആയപ്പോഴാണ് നമ്മൾ ഷോയ്ക്ക് കയറിയത്. അങ്ങനെ ഷോ കണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടു തീർക്കണത്. ആദ്യമായിട്ടാണ് അജിത്തിൻ്റെ ഒരു സിനിമ കാണണത്. ഭ്രാന്ത് പിടിച്ചിരിക്കണവൻ എന്നിട്ട് ആ പാവം ചെറുക്കനെ പ്ലേറ്റിൽ എടുത്ത് കഴിക്കണേ. ഞാൻ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എൻ്റെ മട്ടൻ ബിരിയാണി വന്നിരിക്കുകയാണ്. ലെറ്റ്സ് ഓപ്പൺ. ഒരു കൊതി ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. വിശപ്പ് തീരെ ഇല്ലാഞ്ഞത് കാരണം ഒരു ഇറ്റ് ചോറ് പോലും ബാക്കി വെക്കാണ്ട് കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിലേക്ക് പോകുവാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ദിസ് ഈസ് രാജ് കുത്തീര. അടിപൊളിക്കിട്ട് പ്രോപ്പർട്ടിയാണ്. ഐ വിൽ ഷോ യു. കൗച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. ആൻഡ് ഹിയർ ഇസ് ദ പൂൾ. Here is the one bedroom. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. എൻ്റെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ബാത്റൂം. Here is the other bedroom. And I like this place. Washing machine ഉണ്ട്. And look at here. നമുക്ക് ഓപ്പണായിട്ട് കുളിക്കാം ഇവിടെ. അതൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി ഇതിലോട്ട് പോകാം. വരുമ്പോൾ ഹിയർ ഇസ് ദ ബാൽക്കണി. നമ്മളെടുത്ത ഈ പ്രോപ്പർട്ടിയിൽ ടോട്ടൽ 6 ബെഡ്റൂം ഉണ്ട്. 6 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ പൂളിൻ്റെ സൈഡായിട്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ മുറി. എൻ്റെ മുറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാൽക്കണി ആട്ടോ. ബാൽക്കണി തുറന്ന് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് നൈസ് ദോ. ഇവിടെ ഒരു കൗച്ചൊക്കെ വന്നിട്ടുണ്ട്. വന്നതേ ഉള്ളല്ലോ. വന്നതേ ഉള്ളല്ലോ. ഒന്നുമില്ല.
എന്നാലും ഇതൊക്കെ വ്ളോഗിൽ വരുമോ? ഇത് ഉറപ്പാണോ? ഇടണം കേട്ടോ, കട്ട് ചെയ്തല്ലേ ഇത് ഇടണം കേട്ടോ. ഇതിന്റെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടാ വീഡിയോ എടുക്കണായിരുന്നു അങ്ങ് പറയണ്ടേ ഞാൻ എനിക്കൊന്ന് പറയാനുള്ളത്, മദ്യം വിഷമാണ്, അത് കഴിക്കരുത്. അല്ലടാ? അതെ അതെ. നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കുറച്ച് പേര് അതിന് റെഡിയായി. കുറച്ച് പേര് അവിടെ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് വയ്യാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ചിപ്പേറ്റിൽ പോകുവാണ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് സത്യത്തിൽ ചിപ്പേറ്റിൽ വന്നത്. എൻ്റെ മനസ്സിൽ കുറേ ഡ്രസ്സ് എടുക്കാം, വില കുറവിൽ കുറച്ച് ജീൻസ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷെ ഇവിടെ ഒന്നുമില്ല ഗൈസ്. കുറേ ലൈറ്റിൻ്റെ ഷോപ്പ്, കൂടുതലും അത് തന്നെയാണ്. പിന്നെ കുറേ അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു സ്ട്രീറ്റ് കണ്ട്. പക്ഷെ അവിടെ ഫുൾ പാർട്ടി വെയർ ഡ്രസ്സൊക്കെയാണ്. നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും. പക്ഷെ ഞാൻ നോക്കിയിരുന്നത് അതല്ലായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ആ ഡ്രസ്സൊക്കെ മേടിച്ചു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നും ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒന്നും എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റാണ് എൻ്റെ മുഖത്തുള്ളത്. നാളെ നമ്മൾ ജയനഗർ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അതിലാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുകയാണ്. ഏകദേശം നമ്മൾ റൂം എത്തിയപ്പോഴേക്കും 10 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാവ അമ്മച്ചി നടു റോട്ടിൽ കിടന്ന് ഉറങ്ങണം. ആ അമ്മച്ചിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. രാത്രിയിലെ ഫുഡ് വന്നിട്ടുണ്ട്. പൊറോട്ട, ചിക്കൻ കറി, ഇത് മുട്ടയാണ് ഗൈസ്, ചപ്പാത്തി, എപ്പോ തുടങ്ങിയത്? എന്നാ പിന്നെ നേരത്തെ ചെയ്തുകൂടെ? നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത് വെക്കാമായിരുന്നു. ഓഹോ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ് ഗൈസ്, ഇറ്റ്സ് ആൾ അബൌട്ട് ദ പീപ്പിൾ. സത്യമാണ്. സ്ഥലങ്ങളല്ല ശരിക്കും നമ്മളെ സന്തോഷപ്പെടുത്തുക, നമ്മുടെ കൂടുതൽ ആൾക്കാരാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം പല പാട്ടും ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു മ്യൂസിക് ആഡ് ചെയ്യുവാണ്.
ഞങ്ങളുടെ പാട്ട് കേട്ട് അവിടെ ഇരുന്ന് മൂങ്ങ വരെ പറന്നുപോയി ഗൈസ്. അത്ര ഹൊറിബിൾ ആയിരുന്നു തോന്നണം. ഞാനൊരു 2:30 കിടന്നുറങ്ങി. കാരണം നാളെ 4 മണിയാകുമ്പോൾ നമുക്ക് നന്ദി ഹിൽസ് പോകാനുള്ളതാണ്. ഞാൻ കിടന്നുറങ്ങിയതോടുകൂടി ഇന്നത്തെ ഡേ 1 ഇൻ ബാംഗ്ലൂർ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ നന്ദി ഹിൽസിൽ വെച്ച് നമുക്കിനി കാണാം. സോ ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ.